ലോകത്തിലെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും എല്ലാവർക്കും അറിയണമെന്നില്ല. മാത്രമല്ല ചില കാര്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്താൻ നാം ശ്രമിക്കാറുമില്ല. അത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വഴിയില്ലാത്ത കുറച്ച് വിചിത്രമായ കാര്യങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓൺലൈനായി സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ടെങ്കിൽ നമ്മൾ ആമസോൺ ആയിരിക്കും കൂടുതലായി ഉപയോഗിക്കാറുണ്ടാവുക. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് 1-2 ദിവസം ഇതിനായി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഒരു ഡെലിവറിക്ക് ആമസോൺ എടുത്ത ഏറ്റവും കുറഞ്ഞ സമയം എത്രയാണെന്ന് അറിയാമോ? വെറും 13 മിനിറ്റുകൾ കൊണ്ട് 2016 കാലിഫോർണിയയിൽ നടത്തിയ ഡെലിവറിയാണ് ആമസോണിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഫാസ്റ്റ് ഡെലിവറി. അതുമാത്രമല്ല 15 മിനിറ്റുകൾ കൊണ്ട് ഗ്രോസറി ഡെലിവറി ചെയ്ത ചരിത്രവും ആമസോണിനുണ്ട്. നിങ്ങളുടെ അനുഭവത്തിലും ഇങ്ങനെ ആമസോൺ എത്തിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. കൊറോണ പോലെ ഒരു പകർച്ചവ്യാധി ഒന്നുമല്ല ക്യാൻസർ എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ വെറുമൊരു നോട്ട്ബുക്കിന് ക്യാൻസർ പടർത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ പാരീസിലെ ഒരു ലൈബ്രറിയിൽ അങ്ങനെ ഒരു വിചിത്രമായ ബുക്കുണ്ട്. റേഡിയോ ആക്ടിവിറ്റിയെപ്പറ്റി പഠനങ്ങൾ നടത്തി ഫിസിക്സിലും കെമിസ്ട്രിയിലും നോബൽ കരസ്ഥമാക്കിയ മേരി ക്യൂരിയുടെ നോട്ട്ബുക്കാണ് ഈ കക്ഷി. നിരന്തരം റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുമായി സമ്പർക്കം വന്നതുകൊണ്ടാണ് മേരി ക്യൂരിയുടെ നോട്ട്ബുക്കും റേഡിയോ ആക്റ്റീവായി മാറിയത്. 1500 വർഷത്തേക്കെങ്കിലും റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ പുറപ്പെടുവിക്കാൻ ഈ നോട്ട്ബുക്കിന് കഴിയുമത്രേ. ഇത്രയും കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തിയാൽ ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകും. മേരി ക്യൂരി മരിച്ചതും ഇങ്ങനെ ക്യാൻസർ വന്നിട്ടാണ്. ആപ്പിൾ എന്ന് കേട്ടാൽ നമുക്ക് നല്ല ചുവന്ന് തുടുത്ത ആപ്പിളാണ് ഓർമ്മ വരിക. ഇപ്പോൾ പച്ച ആപ്പിളും മാർക്കറ്റിൽ ലഭ്യമാണ്. എന്നാൽ ഇതിനു പുറമെ കറുത്ത ആപ്പിളും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങ് ടിബറ്റിൽ. അവിടുത്തെ ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ കറുത്ത ആപ്പിൾ വിളയുന്ന തോട്ടങ്ങളുണ്ട്. തേനിനേക്കാൾ മധുരമുള്ള ഈ ആപ്പിൾ തന്നെയാണ് ഇവയുടെ കൂട്ടത്തിലെ രാജാവ്. ടിബറ്റിലെ പ്രത്യേക ഭൂപ്രകൃതിയാണ് ഇവനെ ഇങ്ങനെ ഇത്രയും മധുരമുള്ള ആപ്പിളാക്കുന്നത്. കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യർ എപ്പോഴും ഒരു കറുത്ത കണ്ണട വെച്ച് നടക്കുന്നത് എന്തുകൊണ്ടാകും? എന്തായാലും അവർക്ക് കാണാൻ കഴിയില്ല, പിന്നെ എന്തിനാണ് ഒരു കറുത്ത കണ്ണടയുടെ ആവശ്യം? കാഴ്ചയില്ലാത്തവരുടെ കണ്ണുകൾ സൂര്യപ്രകാശത്തോട് വളരെയധികം സെൻസിറ്റീവാണ്. കണ്ണട വെക്കാതെ പുറത്തിറങ്ങിയാൽ കണ്ണിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു തരം പൊള്ളുന്ന ഫീൽ ഉണ്ടാകുമത്രേ. മാത്രമല്ല പിന്നെ അവർ എങ്ങോട്ട് നോക്കിയാലും ഒരു തീമഞ്ഞ നിറമായിരിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായാണ് കറുത്ത കണ്ണടകൾ വെക്കുന്നത്. മാത്രമല്ല പൊതുസ്ഥലത്തൊക്കെ അന്ധരെ പെട്ടെന്ന് തിരിച്ചറിയാനും ഇത് സഹായിക്കും. ബലൂൺ കൊണ്ടൊരു വലിയ ഓഡിറ്റോറിയം ജപ്പാനിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ജപ്പാനുകാർ ബലൂൺ കൊണ്ട് ബിൽഡിംഗ് വരെ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. വീർപ്പിക്കാൻ പറ്റിയ ഒരു വലിയ ബലൂണാണിത്. 500 ആളുകൾക്ക് വരെ ഇരിക്കാൻ പറ്റുന്ന ആർക്ക് നോവ എന്ന് വിളിക്കുന്ന ഓഡിറ്റോറിയമായി ഇത് മാറും. ഭൂകമ്പത്തിൽ നിന്ന് കരകയറിയ ജപ്പാൻ ജനതയ്ക്ക് പ്രതീക്ഷയുടെ പുതിയ പേടകമായിട്ടാണ് ശില്പികൾ ഇതിനെ നിർമ്മിച്ചത്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ബലൂൺ ബിൽഡിംഗ്. 18 മുതൽ 35 മീറ്റർ വരെ വീതിയിൽ വീർക്കുന്ന ഈ ബലൂൺ ബിൽഡിംഗ് വേണമെങ്കിൽ കാറ്റൊഴിച്ച് നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് വീഡിയോ ആണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.